ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ. അപ്പോൾ ഷോർട്ട് വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുന്നവരോട് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് പരിപാടി. നമുക്ക് കുറച്ച് കുഞ്ഞു മീൻ കിട്ടിയിട്ടുണ്ട്. ഈ മീനിൻ്റെ പേരെന്ന് പറയുന്നത് നന്ദൻ എന്നാണ്. ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ, അതായത് പീര വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഈ കുഞ്ഞ് കാണുന്നതാണ് പള്ളത്തി എന്ന് പറയുന്നത്. ഇത് നന്ദൻ എന്ന് പറയുന്ന മീനാണ്. രണ്ട് സൈഡിലും മുള്ളുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഇത് വെട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ദേ കുറച്ചിവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്കിനി വെട്ടിയെടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഫിഷ് കട്ടിങ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒത്തിരിയായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ എന്താ, നമ്മളിങ്ങനെ ഒരു നന്ദൻ മീൻ എടുത്തു. രണ്ട് സൈഡിൽ ഈ ഒരു സ്റ്റാൻഡ് ദൂരെയാണ്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ അതെടുത്തു. തല കളഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കളഞ്ഞിട്ടുണ്ട്, വാല് കളഞ്ഞു. അപ്പോൾ നമുക്ക് വെട്ടി വരുമ്പോൾ ഫൈനലി ഇത് ഇത്ര കുഞ്ഞാണേ, ഇത്രയേ ഉള്ളൂ. പക്ഷേ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കും കാൽസ്യമൊക്കെ കുറവുള്ളവർക്കും ഒക്കെ നല്ല ഒരു ഓപ്ഷനാണ് ഈ കുഞ്ഞുമീൻ പീരയെന്ന് പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വെള്ളത്തിലാണ് വേവിക്കുന്നത്. ഇതിനകത്തൊരു തുള്ളി പോലും വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ മുള്ളും കൂടി ആയിട്ട് നമുക്ക് കടിച്ച് തിന്നാൻ പറ്റും. അതാണ്, അതുകൊണ്ടാണ് നല്ല കാൽസ്യം അല്ലേ. അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കിത് കിട്ടിയത് വള്ളത്തെ കൊണ്ടുവന്ന് പറയുന്നത് മേടിച്ചത്. അതായത് ആറ്റിലൊക്കെ ഇങ്ങനെ വള്ളത്തെ കുറച്ച് അമ്മയ്ക്ക് വെട്ടാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. കുറേ ഉണ്ട് ഗൈസ്, കുറേ ഉണ്ട്. ഇന്നൊരു 2 മണിക്കൂർ എടുത്തത്. ഇത് കണ്ടോ, പരലൊക്കെ കാണാത്തവർ കണ്ടോ, ഇതാണ് പരൽ കണ്ടോ. ഇത്രയും പോരേമേ, കുറച്ച് വല്ലതും വെട്ടിയാണ്. ഞങ്ങളിവിടെ ഏറ്റവും ചെറുതൊന്നും എടുത്ത് വെട്ടുന്നില്ല. സാധാരണ മഴയൊക്കെ തുടങ്ങി കഴിയുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പാടത്തു നിന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത് കേട്ടോ. പാടത്തുനിന്ന് വല ഇട്ടവറയിൽ നിന്നാണ് നമ്മളിത് മേടിച്ചത്. നന്ദൻ്റെ ഇതിനേക്കാളിയൊക്കെ വലുതാവുമേ. ഇത് കണ്ടോ, ഇതിനേക്കാളിയൊക്കെ വലുതാവും. പക്ഷെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടിയത്. കുറേ സമയം വേണം, ക്ഷമ വേണം വെട്ടിയെടുക്കാൻ വേണ്ടി. നല്ല മെനക്കെട്ട പണിയാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ മീൻ കഴിച്ചിട്ടുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ മാത്രം കിട്ടുന്ന ഒരു മീനാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറുള്ളതൊന്നും കിട്ടത്തില്ല. അങ്ങനെ കുറേ സമയമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിതൊക്കെ മേടിച്ചിട്ട്. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതൊന്നും മേടിക്കാനേ പറ്റില്ല. കാരണം അവർ മടുത്ത് വരുമ്പോഴേ നമുക്ക് പിന്നെ ഇവിടെ വീടിന് ചുറ്റും പാടമായതുകൊണ്ട് വരാലും ഇതുപോലത്തെ കുഞ്ഞു മീനും ഒക്കെ കിട്ടും. പക്ഷേ ഇത് നമ്മുടെ ഇവിടെ നല്ല കേട്ടോ. അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ പാടത്തുനിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ അവിടുത്തെ ആറ്റിലൂടെ വള്ളക്കാർ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മേടിച്ച് അതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. നമ്മുടെ ഷോർട്ട് വീഡിയോ കാണുന്നവരൊക്കെ ലോങ് വീഡിയോയും കൂടിയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണൊരു കോലാക്കുഞ്ഞ്. ഓക്കെ, അപ്പോൾ ഞാനിത് ബാക്കിയും കൂടി എല്ലാം വെട്ടിയെടുക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.